മുഖ്യമന്ത്രി 3 ആഴ്ച വിദേശത്തായിട്ടും ഭരണനിർവഹണത്തിന് ബദൽ സംവിധാനമില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കേരളത്തിന്റെ ക്രമസമാധാന നില തകർന്നുവെന്നും രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തൃശ്ശൂരൊക്കെ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടമാണ്. ഒരു ഗുണ്ട നേതാവ് പുറത്തിറങ്ങിയതിന്റെ പേരിൽ അദ്ദേഹം നടത്തിയ ഒരു പാർട്ടിക്കകത്ത് കാപ്പ കേസിലെ പ്രതി ഉൾപ്പെടെയുള്ള പങ്കെടുക്കുക. എവിടെയാണ് പോലീസ്? അതാണ് ഞാൻ ചോദിച്ചത്. ഡിജിപിയുടെ ജോലി എന്താണെന്നും ചെയ്യാതിരിക്കുന്നത്? ഈ നാട്ടിൽ ഡിജിപിയും എഡിജിപിമാരും ഒന്നുമില്ലേ? എസ്പിമാരില്ലേ? പോലീസില്ലേ? ഇവരെല്ലാം എവിടെ പോയിരിക്കുകയാണ്? ഇവരുടെ കൈകൾ ആരാണ് കെട്ടിയിരിക്കുന്നത്? ഈ ഗുണ്ടകളുടെ ശല്യം കാരണം ജനങ്ങൾക്ക് തലസ്ഥാന നഗരിയിൽ പോലും, ഭരണശിലാ കേന്ദ്രമായ തലസ്ഥാന നഗരിയിൽ പോലും ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള അവസ്ഥയില്ല. അതിഗുരുതരമായ സാഹചര്യമാണെന്ന് കാണാൻ കഴിയും. ഓരോ സ്റ്റേഷൻ അതിർത്തിയിലുമുള്ള ഗുണ്ടകളെ നിയന്ത്രിക്കാനോ അവരെ നിലയ്ക്ക് നിർത്താനോ പോലീസ് സംവിധാനത്തിന് കഴിയാതെ വരുന്നത് അത് വലിയ തോതിലുള്ള തെറ്റായ ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ മഴക്കാലത്തിന് മുമ്പ് ജലജന്യ രോഗങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഉണ്ടാകും. അതുണ്ടായിട്ടില്ല. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ല. +1 പ്രവേശനത്തിനുള്ള സംവിധാനം ഉണ്ടാകുന്നില്ല. നാട്ടിലെ ആളുകൾക്ക് ഇറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരും വെല്ലുവിളികൾ ഉയർത്തുകയാണ് ജനങ്ങൾക്ക് നേരെ. ഇതൊന്നും നിയന്ത്രിക്കാൻ ഭരണകൂടത്തിന് കഴിയാത്ത ഒരു ദുസ്ഥിതിയാണ് കാണാൻ കഴിയുന്നത്. അതൊക്കെ ഞങ്ങളൊക്കെ ഭരിച്ച ആളുകളല്ലേ. പെരുമാറ്റച്ചട്ടം നിലവിലുള്ളപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദത്തോടുകൂടി ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും. ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ അല്ലെങ്കിൽ +1 പുതിയ ബാച്ച് അനുവദിക്കുന്നതിന് എന്ത് പെരുമാറ്റച്ചട്ട പ്രശ്നമാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടാൽ അവരിതൊക്കെ അനുവദിക്കില്ല. അപ്പം പെരുമാറ്റച്ചട്ടത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഈ നടപടി ശരിയാണ്.